ആരാണ് മനസ്സിലാക്കേണ്ടത്? ഇന്നത്തെ കഥ അമേരിക്കയിലെ പ്രശസ്ത ചലച്ചിത്ര സംവിധായകനായിരുന്ന സെസിൽ ബി ഡെമലെയുടെ സ്വന്തം ജീവിതത്തിന് പുതിയ വഴിത്തിരിവുണ്ടാക്കിയ ഒരു കഥയാണ്. അദ്ദേഹം പുതിയ കഥയുടെ ചിന്തകളുമായിട്ട് ഇരിക്കുന്ന നേരത്ത് തന്റെ സ്റ്റുഡിയോയോട് ഏറ്റവും അടുത്തുള്ള തടാകത്തിൽ തന്റെ തോണി തുഴഞ്ഞ് അക്കരെ ഇക്കരെ പോകുമായിരുന്നു. ഒരിക്കൽ അദ്ദേഹം ഇങ്ങനെ തോണി തുഴഞ്ഞ് അക്കരെ ഇക്കരെ പോകുമ്പോൾ അധികം ഒഴുക്കില്ലാത്തൊരു സ്ഥലത്ത് വികൃത രൂപമുള്ള കുറെ പ്രാണികൾ. അദ്ദേഹത്തിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല പ്രാണികളെ. എങ്കിലും ആ പ്രാണികളിലൊന്ന് അദ്ദേഹം തുഴഞ്ഞുകൊണ്ടിരുന്ന ആ വെള്ളത്തിലേക്ക് കയറിയിരുന്നു. അതിന്റെ വികൃത രൂപത്തിലേക്ക് കുറച്ചു നേരം അദ്ദേഹം നോക്കിയിരുന്നെങ്കിലും തന്റെ ചിന്തകളിൽ അദ്ദേഹം മുഴുകിയിരുന്നു. അല്പനേരം കഴിഞ്ഞപ്പോൾ വീണ്ടും അദ്ദേഹം ഈ പ്രാണികളെ തന്നെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് അദ്ദേഹം ശ്രദ്ധിക്കുകയാണ്, ഈ പ്രാണി തന്റെ വികൃതമായ ആവരണം ഇങ്ങനെ പൊട്ടിക്കുകയാണ്. പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് സ്വർണ്ണ ചിറകുകൾ, പിന്നീട് രത്ന നിറത്തോടു കൂടിയ തലകളും ഉയർന്നു വരികയാണ്. എന്നിട്ട് ഇത് ഒരു തുമ്പിയായി മാറി ആകാശത്തിലേക്ക് പറന്ന് ഉയരുന്നത് അദ്ദേഹം ശ്രദ്ധിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഉള്ളിൽ പെട്ടെന്നൊരു ചിന്തയുണ്ടായി. തന്റെ കഥകളെല്ലാം തീർന്നുപോയി എന്ന് സങ്കടപ്പെട്ടിരുന്ന സ്ഥാനത്ത് ഇതാ സ്വർണ്ണ ചിറകുകളോടെ രത്നം പോലെ തലകളുള്ള തുമ്പികൾ ആകാശത്തേക്ക് പറന്നുയർന്നതുപോലെ എനിക്കും എന്നിലെ സ്വർണ്ണ ചിറകുകളെ പുറത്തെടുക്കാൻ സാധിക്കും എന്ന ആ ചിന്ത അദ്ദേഹത്തിന്റെ ജീവിതത്തിന് വലിയ വഴിത്തിരിവായി. പ്രിയമുള്ളവരെ, എന്നിലെ എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, നമ്മുടെ ജീവിതത്തിൽ ചില ആവരണങ്ങളുണ്ട്. മറ്റുള്ളവർക്ക് അത് വികൃതമായിട്ട് തോന്നും. നമുക്കും പലപ്പോഴും എനിക്ക് കഴിവില്ല, എന്നെ ഉയർത്താൻ ആരുമില്ല എന്നൊക്കെ തോന്നും. ചിലപ്പോൾ മറ്റുള്ളവർ തരുന്ന വേദനകളാകാം, തെറ്റിദ്ധാരണകളാകാം, നാം തന്നെ സൃഷ്ടിക്കുന്ന ചില കുഴപ്പങ്ങളാകാം. എന്തുമായിക്കൊള്ളട്ടെ, ഈ ആവരണം പൊട്ടിച്ച് പുറത്തു വരാൻ നമുക്കും സാധിക്കും. ചിറകുകൾ സ്വർണ്ണ ചിറകുകളാക്കി ആകാശത്തിലേക്ക് പറന്നുയരുവാൻ ഒരുപാട് സാധ്യതകൾ നമ്മുടെ മുൻപിലുമുണ്ട്. ഈ പുതിയ വർഷത്തിൽ ഒരുപാട് സാധ്യതകൾ നമ്മുടെ മുൻപിലേക്ക് കടന്നു വരും. നാം സൃഷ്ടിച്ചിരിക്കുന്ന, മറ്റുള്ളവർ സൃഷ്ടിച്ചു തന്നിരിക്കുന്ന വികൃതമായ ഈ ആവരണങ്ങളെ, ഈ സങ്കടങ്ങളെ, ഈ ദുഃഖങ്ങളെ, സാധ്യതയില്ലായ്മകളെ ഒക്കെ മാറ്റിയിട്ട് ഈ ആവരണം പൊട്ടിച്ച് ഈ നല്ല സ്വർണ്ണ ചിറകുകളോടുകൂടി ഉയരത്തിലേക്ക് പറന്നുയരുവാൻ എല്ലാ കൂട്ടുകാർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി. ഒന്നാം സമ്മാനം 10 lakhs and ambassador കാറും. അതൊക്കെ കുറെ കേട്ടിട്ടുണ്ട്.